നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ സെഗ്മെൻറ്റിലും വരുന്നതും എല്ലാ ഇയറിലും വരുന്നതിൻ്റെ ക്രാങ്ക് വെയിറ്റിനൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 1960 വണ്ടീൻ്റെ G2 എന്ന് പറഞ്ഞ വണ്ടീൻ്റെ ക്രാങ്ക് വെയിറ്റ് നോക്കാം. അത് ഏകദേശം വരുന്നത് 14.5 കിലോഗ്രാമാണ് വരുന്നത് അതിൻ്റെ ക്രാങ്ക് വരുന്നത്. അത് അത്രയും ഹെവി ക്രാങ്കാണ്. അതിൻ്റെ കണക്റ്റിംഗ് റോഡാണെങ്കിലും കുറച്ചും കൂടെ ഹെവിയാണ്. നമ്മളെ പുതിയ ഇപ്പം ഇറങ്ങുന്ന ബുള്ളറ്റിൻ്റെ കാട്ടൊക്കെ കുറച്ചും കൂടെ ലോ ആൻഡ് ടോർക്കിൽ പോകാൻ പറ്റും. ഏകദേശം ഒരു 4ാമത്തെ ഗിയറിലൊരു 30, 33, 32, 30 അങ്ങനെ പോകാൻ പറ്റും. അത് ഫുള്ള് കണ്ടീഷനായ വണ്ടിക്ക് എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ പറ്റും. ചെയിനും സ്പ്രോക്കറ്റൊക്കെ അത്രയും പക്കയാണെങ്കിൽ ആ രീതിയിൽ പോകാവുന്നതാണ്. അത് ഏകദേശം അന്നത്തെ കാലത്ത് അത്രയും എൻജിനീയറിങ്ങിൽ ഉണ്ടാക്കിയതാണ്. 3 ലീഫ് ക്രാങ്കാണ് വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ക്രാങ്ക് അങ്ങനത്തെ ഷേപ്പിലാണ് 3 ലീഫായിട്ടാണ് ക്രാങ്ക് ഉണ്ടാക്കിയത്. ക്രാങ്കിന് അത്രയും കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്കത് നല്ല ലോ ആൻഡ് ടോർക്കും കിട്ടും. ഒരു ട്രാക്ടർ പുള്ളി ചെയ്യുന്ന പോലെ അത് പുള്ളി ചെയ്യുകയും ചെയ്യും എത്ര ദൂരം വേണമെങ്കിലും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഘടന അന്ന് ഉണ്ടാക്കിയത്. അതാണ് അതിൻ്റെ ക്രാങ്കിൻ്റെ ഇത് വരുന്നത്. ക്രാങ്ക് ഏകദേശം 14.5 കിലോഗ്രാമാണ് അതിൻ്റെ ക്രാങ്ക് എക്സാക്റ്റ് വരുന്നത്. നമുക്ക് ബാക്കി 1965 മോഡലിൻ്റെ നോക്കാം. പിന്നെ 75 മോഡൽ വരെ വരുന്നത്. അത് 9.5 കിലോഗ്രാമാണ് വരുന്നത്. 9.5 കിലോഗ്രാം വെയിറ്റാണ് ആ ക്രാങ്കിന് വരുന്നത്. അതും 3 ലീഫ് ടൈപ്പ് ക്രാങ്ക് തന്നെയാണ് വരുന്നത്. അത് 1965 to 1975 വരെയാണ് ആ ക്രാങ്ക് ഇറങ്ങിയത്. 9.5 കിലോഗ്രാം ഭാരം വരുന്ന ക്രാങ്കാണ്. അതിൻ്റെ കണക്റ്റിംഗ് റോഡും അതിൻ്റെ ഷാഫ്റ്റും എല്ലാം കൂടെ വരുന്ന വെയിറ്റാണ്. ഇത് ഒരു ക്രാങ്ക് ഫുൾ അസ്സി വരുന്ന വെയിറ്റാണ് 9.5 കിലോഗ്രാം. അതും അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്ക് വരുന്ന എൻജിനായിരുന്നു. അത് മാഗ്നറ്റോ വരുന്ന ടൈപ്പുണ്ട്. പിന്നെ CB പോയിൻ്റ് വരുന്ന മോഡലിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ലോ ആൻഡ് ടോർക്ക് തരുന്ന നല്ലൊരു ക്രാങ്ക് തന്നെയായിരുന്നു അത്. അതിൻ്റെ കണക്റ്റിംഗ് റോഡും അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെ. അത്രയും ലോ ആൻഡ് ടോർക്ക് നമുക്ക് അതും ഏകദേശം 35, 32 സ്പീഡിൽ പോകാൻ പറ്റും 4ാമത്തെ ഗിയറിൽ. അപ്പോൾ അതിന് അത്രയും നല്ല ലോ ആൻഡ് ടോർക്ക് അത് തരുന്നുണ്ട്. അതിനൊരു ട്രാക്ടറിലേക്ക് പുള്ള് വരുന്നുണ്ട്. അന്ന് ആ മോഡൽ ആ സമയത്ത് അവർ മാനുഫാക്ചർ ചെയ്തതിൽ ബ്രിട്ടീഷ് വണ്ടി ഇങ്ങോട്ടേക്ക് ആയില്ല, എൻഫീൽഡ് ഇന്ത്യ ആയ സമയത്ത് വരെ ഇറങ്ങിയ ക്രാങ്കാണ് അത്. B1 വരുന്നതിൻ്റെ മുന്നേ വരെയുള്ള ക്രാങ്കാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി അത് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന നമ്മളെ CI എൻജിൻ 500ൻ്റെ ക്രാങ്കിനെ പറ്റിയിട്ടാണ്. അത് ഏകദേശം വരുന്നത് 11 കിലോഗ്രാമാണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. 11 കിലോഗ്രാമാണ് വരുന്നതെന്നാണ് ഏകദേശം ഞാൻ വിക്കിപീഡിയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായത്. പിന്നെ ഞാൻ കുറച്ച് മെക്കാനിക്സിനോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ് 11 കിലോഗ്രാമാണ് എന്നാണ്. CI എൻജിനിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ഇറങ്ങിയ 500cc-യിലും ഈ സെയിം ക്രാങ്ക് തന്നെയാണ് വരുന്നത്. 11 kg ക്രാങ്ക് തന്നെയാണ് വരുന്നത്. അത് 1989 മുതൽ 2008 വരെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി ഇവിടെ നമ്മളെ ഇന്ത്യയിലധികം അതില്ലായിരുന്നു. പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ പോകുന്നതിന് പുറം രാജ്യത്തായിരുന്നു അധികം ഉണ്ടായിരുന്നു. ഇതും അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്ക് തരുന്ന വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് ലോ ആൻഡ് ടോർക്ക് നമുക്ക് കുറയും. സ്ലോ സ്പീഡിൽ അധികം പോകാൻ പറ്റില്ല. മാക്സിമം പോയതൊരു ഈ വണ്ടിക്ക് 4 ഗിയറാണ്. 4 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. ആൽബിയൻ ഗിയർ ബോക്സാണ് വരുന്നത്. സെപ്പറേറ്റ് ഗിയർ ബോക്സാണ് വരുന്നത്. ഈ വണ്ടീൻ്റെ ലോ ആൻഡ് ടോർക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 4ാമത്തെ ഗിയറിൽ പോകണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 35, 38, 40ൻ്റെ അടുത്ത് പോകാൻ പറ്റും. എന്താ വെച്ചാൽ ഈ വണ്ടിക്ക് ഹൈ സ്പീഡ് കപ്പാസിറ്റിയുള്ള വണ്ടിയാണ്. ഹൈ സ്പീഡാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഹൈ സ്പീഡായിട്ട് പോകാൻ പറ്റുന്ന വണ്ടീനെ കൊണ്ട് ഇതിൻ്റെ ടീത്ത് കൂടും. ഫ്രണ്ട് പോക്കറ്റിൽ സാധാരണ 15 ടീത്താണെങ്കിൽ ഇതൊരു 16 ടീത്തിലേക്ക് വരും. എന്താ വെച്ചാൽ ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടുതൽ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റവ്വും വേണം. വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അത്രയും പിക്കപ്പിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. അങ്ങനെ ആക്കിയാൽ മാത്രമേ അത്ര സ്പീഡ് പോവും. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ടീത്തിൻ്റെ എണ്ണം കൂട്ടുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും റോയൽ എൻഫീൽഡ് ഹെവിയസ്റ്റ് ക്രാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെവിയസ്റ്റ് ക്രാങ്ക് യൂസി എൻജിനിൽ പോലും 500-ൽ ഈ 11 kg വന്നിട്ടില്ല. ഈ CIയിലാണ് 11 kg വന്നത്.
പിന്നെ വരുന്നത് നമ്മളെ കാസ്റ്റൈൻ ബുള്ളറ്റ് 1980 1990 വരെ ഇറങ്ങിയ വണ്ടി. അത് ഏകദേശം 8 കിലോഗ്രാം ആണ് വരുന്നത്. പിന്നെ മോഡൽ വ്യത്യാസമാകുമ്പോൾ 8.2 kg വരും. ഒരു 200 ഗ്രാമിൻ്റെ വ്യത്യാസമാണ് രണ്ട് വണ്ടികൾ തമ്മിൽ വരുന്നത്. ബുള്ളറ്റ് 350 സൂപ്പർ സ്റ്റാർ ഏകദേശം 8.2 kg വരെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അതും ആ 1980-85 കളിപ്പിച്ച ഒരു വണ്ടിയായിരുന്നു ഈ ബുള്ളറ്റ് 350 സൂപ്പർ സ്റ്റാറൊക്കെ. അത് അധികം ഇവിടെ ഇറങ്ങിയിട്ടില്ല. അധികം ആൾക്കാരും 350 നമ്മളെ നോർമൽ സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നെ 2 ലീഫ് സിസ്റ്റമായി, 3 ലീഫിലെ 2 ലീഫായി ക്രാങ്ക്. അപ്പോൾ 8 kg വന്നു. നമ്മളെ ഇപ്പോഴല്ല ക്ലാസിക്കിൻ്റെയൊക്കെ ഒരു ക്രാങ്ക്. പക്ഷേ അതിൻ്റെയൊക്കെ കണക്റ്റിംഗ് റോഡും അതിൻ്റെ ബെയറിങ്ങും അതിൻ്റെ നീഡിൽ ടൈപ്പ് ബെയറിംഗ് ആണ് വരുന്നത്. ഇപ്പോഴത്തെ പോലത്തെ ബെയറിംഗ് അല്ല. അപ്പോൾ അതിൻ്റെതായ ലോ ആൻഡ് ടോർക്കിനുള്ള മെക്കാനിസം ഉള്ള വണ്ടിയാണ് ഇതും. ഇത് ഒരു 4ാമത്തെ ഗിയറിൽ നമുക്കൊരു 30-33 സ്പീഡിൽ ഇത് പോകാൻ പറ്റും. അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ എൻജിൻ്റെ ഘടന. ഈ എൻജിൻ ഉണ്ടാക്കിയത് തന്നെ ലോ ആൻഡ് ടോർക്ക് പ്രമാണിച്ചിട്ടാണ്. അപ്പോൾ ഈ 8 kgൻ്റെതാണെങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലോ ആൻഡ് ടോർക്ക് തരുന്ന വണ്ടിയാണ്. ഈ ബുള്ളറ്റ് 350 സൂപ്പർ സ്റ്റാർ മെയിൻലി എക്സ്പോർട്ട് ക്വാളിറ്റി വണ്ടിയാണ്. അതിവിടെ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അതിന് 8.2 കിലോഗ്രാം വരുന്ന ക്രാങ്കാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടീൻ്റെയും ക്രാങ്ക് തമ്മിലുള്ള വ്യത്യാസം 200 കിലോഗ്രാമാണ്. പിന്നെ 85 ആകുമ്പോൾ അല്ലറ ചില്ലറ ചെറിയ ഗ്രാമിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. മാനുഫാക്ചറിങ് ഇയേഴ്സ്, പിന്നെ ആ പ്ലാന്റിൻ്റെയൊക്കെ ഡിഫറൻസും, വേറെ പ്ലാന്റിൽ ഉണ്ടാക്കുമ്പോൾ വേറെ മോഡൽസാണ് വരിക. ഇയർ മാറുമ്പോൾ അത്രയും ചെറിയ കാര്യങ്ങളൊക്കെ മാറും. ഇനി അടുത്ത് നമുക്ക് നോക്കാം UC 350 BS3. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഡിസ്കണ്ടിന്യൂ ആയ എൻജിൻ, UC എൻജിൻ 2008 വന്നിട്ട് 2021 ക്ലാസിക്കിൻ്റെ എൻജിൻ നിർത്തിയത്. ഈ ക്ലാസിക് 350, ക്ലാസിക് സിഗ്നൽ 350, ബുള്ളറ്റ് എലക്ട്ര 350, തണ്ടർബേർഡ് ഫസ്റ്റ് ജെൻ വരുന്ന ആദ്യത്തെ മോഡൽ വണ്ടിയിൽ 8.5 കിലോഗ്രാമാണ് ഒരു യൂസ് ചെയ്തത്. ഈ സെയിം ക്രാങ്ക് തന്നെയാണ് ഈ 4 വണ്ടികളും യൂസ് ചെയ്തത്. ക്ലാസിക് നമ്മളെ BS3 ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി, പിന്നെ ടിൽ എൻഡ് UC 2021 വരെ ഇറങ്ങിയ സിഗ്നൽസിലും ഈ 8.5 കിലോഗ്രാം വരുന്ന ക്രാങ്കാണ് റോയൽ എൻഫീൽഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സെയിം ക്രാങ്ക് തന്നെ, ഒരു വ്യത്യാസമില്ല, യാതൊരു മാറ്റവും ഇല്ല. സെയിം ക്രാങ്ക് തന്നെയാണ് അവർ യൂസ് ചെയ്തത്. പിന്നെ ചിലവർ പറയുന്നത് ഈ ബുള്ളറ്റ് 350 UCയിൽ വരുന്നത് 10.3 കിലോഗ്രാമാണ്. പക്ഷേ നമ്മളെ എലക്ട്ര വരുമ്പോൾ എലക്ട്രയ്ക്ക് ഹൈ റവ്വിനും പിന്നെ സ്റ്റാർട്ടിങ് മോട്ടർ ഇല്ലതിനെ കൊണ്ട് 8.5 കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്ന ക്രാങ്കിന്, ഹൈ റവ്വിനും വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എലക്ട്രയ്ക്ക് കുറച്ച് ലോ ആൻഡ് ടോർക്ക് കുറയും. ക്ലാസിക്കും ബുള്ളറ്റ് ഇലക്ട്രിക് ഏകദേശം ഒരേ പെർഫോമൻസാണ്, ഏകദേശം ഒരേ ലോ ആൻഡ് ടോർക്കാണ് വരിക. പക്ഷേ കുറച്ച് സീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. കംഫേർട്ട് കുറച്ചും കൂടെ ഇലക്ട്രിക്കാണ് വരിക. ഇലക്ട്രിക് അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്കുള്ള വണ്ടിയാണ്. അതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ക്ലാസിക്കിൻ്റെ സെയിം ഫ്രണ്ട് സ്പ്രോക്കറ്റാണ് വരുന്നത്. ക്ലാസിക്കിൻ്റെ അതേ പെർഫോമൻസാണ് വരുന്നത്. ക്ലാസിക്കിൻ്റെ അതേ സെയിം ക്രാങ്കാണ് വരുന്നത്. തണ്ടർബേർഡ് ഫസ്റ്റ് ജെന്നിലും അതേ മോഡൽ ക്രാങ്ക് തന്നെയാണ്. ഫസ്റ്റ് ബാച്ചിലില്ല. തണ്ടർബേർഡിൻ്റെ എഞ്ചിന് ചെറിയ ചില്ലറ വ്യത്യാസമുണ്ട്. റോക്ക് റാം കവറും ക്ലച്ച് കവറും പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് എൻജിൻ കവറും ഒക്കെ വ്യത്യാസമുണ്ട്. 2013 ശേഷമാണ് തണ്ടർബേർഡിൻ്റെ എൻജിൻ വ്യത്യാസം വന്നു തുടങ്ങിയത്. പിന്നെ അതിൻ്റെ മുന്നേ ബുള്ളറ്റ് G5 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അതിൻ്റെതും ഈ സെയിം എൻജിൻ തന്നെയായിരുന്നു വരുന്നത്. ഈ എക്സാക്ട് ക്രാങ്ക് തന്നെയാണ് ഈ 4 വണ്ടിയിൽ യൂസ് ചെയ്തത്. ഇനി അടുത്ത നമുക്ക് ക്രാങ്ക് വെയിറ്റ് നോക്കാം. UC 535 350-ൻ്റെയാണ്. കോണ്ടിനെൻ്റൽ GT 2013 ഇറങ്ങിയ 535 2018 വരെ. അതിന് 8.2 കിലോഗ്രാമാണ് യൂസ് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും 535 വരുന്ന വണ്ടിക്ക് ക്വിക്ക് റെസ്പോൺസിന് ഹൈ സ്പീഡ് പോകാൻ വേണ്ടിയിട്ടാണ് 8.2 കിലോഗ്രാം ക്രാങ്ക് കയറ്റിയത്. ഇപ്പോൾ 10.5 കിലോഗ്രാം ഇപ്പോൾ 500ൻ്റെ കയറ്റിയാൽ എന്താ പ്രശ്നം വരിക വെച്ചാൽ അത്ര റവ് ഉണ്ടാവില്ല. നമുക്കൊരു പെട്ടെന്ന് ഓവർടേക്കിങ്ങിനൊന്നും പറ്റില്ല. ഈ ക്രാങ്ക് വെയിറ്റ് കൂടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലറേഷൻ കുറയും, പക്ഷെ നല്ല ടോർക്ക് ഉണ്ടാവും, ലോ ആൻഡ് ടോർക്ക് കിട്ടും. പക്ഷേ ഇനി നമ്മൾ കോണ്ടിനെൻ്റൽ GT ഒക്കെ കഫേ റേസേഴ്സ് മോഡലാണ്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഇപ്പോൾ
വേഗം മറ്റൊരു സ്ഥലത്തേക്ക് വേഗം പോകണമെന്നുണ്ടെങ്കിൽ ഹൈ ആക്സിലറേഷൻ റെസ്പോൺസ് വേണം. അതുകൊണ്ടാണ് 8.2 കിലോഗ്രാം വെയിറ്റ് വരുന്ന ക്രാങ്ക് റോയൽ എൻഫീൽഡ് 535 യൂസ് ചെയ്തത്. പിന്നെ വരുന്ന സെക്കൻഡ് ജെന്ന് തണ്ടർബേർഡ് 2012 ലോഞ്ച് ചെയ്ത വണ്ടിക്കും ആ 8.2 കിലോഗ്രാം ക്രാങ്കാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മളെ തണ്ടർബേർഡ് എക്സ് 2018 മോഡലിനും 8.2 കിലോഗ്രാമാണ് യൂസ് ചെയ്തത്. ആ 2018 വരെയാണ് ഇറങ്ങിയത്. തണ്ടർബേർഡിൻ്റെ ഇറ തുടങ്ങുന്നത് 2008 മുതലാണ്. 2018 വരെ അത് അവസാനിപ്പിച്ചു ചെയ്തു. 2012 അവർ കുറച്ച് ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡൽ ഇറക്കി. അതാണിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ നീല വണ്ടി. അത് ഇതേപോലെ എൻജിൻ്റെ കേസിങ്ങും കാര്യങ്ങളും മാറ്റി, ടാങ്ക് മാറി, പിന്നെ അതിൻ്റെ ഹാൻഡിൽ മാറി. അത് അന്ന് വന്ന തണ്ടർബേർഡിന് കുറച്ചും കൂടെ ഒരു 300 കിലോഗ്രാം കൂടും വെയിറ്റ്. പക്ഷേ ഇതിന് 8.2 കിലോഗ്രാമാണ്. അന്ന് വരുന്ന ക്ലാസിക്കിൻ്റെ അതേ ക്രാങ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 300 കിലോഗ്രാം കുറച്ചിട്ടാണ് തണ്ടർബേർഡിൻ്റെ ക്രാങ്ക് 2013 ശേഷം 2012 ശേഷം ഇറക്കി തുടങ്ങി. 2012 മുതൽ ഇറക്കി തുടങ്ങിയത്. പിന്നെ കോണ്ടിനെൻ്റൽ GTക്കും തണ്ടർബേർഡ് എല്ലാ ബാച്ചിലെ വണ്ടികൾക്കും ഈ ക്രാങ്ക് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. അവർ 8.2 കിലോഗ്രാം ഫാസ്റ്റർ റബ്ബിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അധികം ഈ ക്രാങ്ക് വെയിറ്റ് ഇവർ കുറയ്ക്കാൻ കാരണം വെച്ചാൽ ക്വിക്ക് ആക്സിലറേഷന് വേണ്ടിയിട്ടാണ്. ഒരു ഓവർടേക്കിനും കാര്യങ്ങളിലൊക്കെ ഈ ക്രാങ്ക് വെയിറ്റ് കുറവായതിനെക്കൊണ്ട് നമുക്ക് ഹെൽപ്പാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രാങ്ക് വെയിറ്റ് കുറയ്ക്കുന്നത്. ഇനി അടുത്ത സെഗ്മെൻറ്റിലെ വണ്ടി നോക്കാം. സ്റ്റാൻഡേർഡ് വരുന്നത് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്, നമ്മളെ UCE റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് വരുന്നത്. അത് ട്രയൽസ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതിനും ഈ 10.3 കിലോഗ്രാം വെയിറ്റ് വരുന്ന ക്രാങ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലി കാണുന്ന സ്റ്റാൻഡേർഡ് 350 KSനും 10.3 കിലോഗ്രാമാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ES BS6നും 10.3 കിലോഗ്രാമാണ്. KS BS6നും 10.3 കിലോഗ്രാമാണ്. നമ്മുടെ ആൾക്കാർക്കൊരു തെറ്റായ ധാരണ ഉണ്ട്. BS6 നോമ് വന്നപ്പോൾ എൻജിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നു. ഒരു മാറ്റവും വന്നില്ല. ജസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ കയറ്റി, ECMും ത്രോട്ടിൽ ബോഡി ഫ്യൂൽ പമ്പ് കയറ്റി. എൻജിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് ഇവർ വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഓക്സിജൻ സെൻസേഴ്സ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സെൻസേഴ്സ് വന്നു എന്നേ. ഈ ക്രാങ്കൊന്നും അവർ ഒരു കാരണവശാലും വെയിറ്റ് കുറച്ചിട്ടില്ല. ആ സെയിം 10 കിലോഗ്രാം വെയിറ്റ് തന്നെയാണ് നമ്മളെ ESലും വരുന്നതും KSലും വരുന്നത്. പണ്ടത്തെ 2018 വരെ ഇറങ്ങിയ ഇലക്ട്രിക്ക് മാത്രമേ ക്ലാസിക്കിൻ്റെ ക്രാങ്ക് കൊടുത്തിട്ടുള്ളൂ. ഏകദേശം 8.5 കിലോഗ്രാം. പിന്നെ അതിൻ്റെ ശേഷം റോയൽ എൻഫീൽഡ് 2019 മുതൽ ES ലോഞ്ചായപ്പോൾ ഈ സ്റ്റാൻഡേർഡിൻ്റെ സെയിം ക്രാങ്ക് തന്നെയാണ് അവർ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്നത്. 10.3 കിലോഗ്രാം വെയിറ്റ് വരുന്നത്. അതിപ്പോൾ ട്രയൽസ് 350ലാണെങ്കിലും സ്റ്റാൻഡേർഡ് 350ലാണെങ്കിലും ES BS6ലാണെങ്കിലും KS BS6ലാണെങ്കിലും സെയിം തന്നെയാണ്. ഈ KS BS6ഉം പിന്നെ സാധാ നോർമൽ സ്റ്റാൻഡേർഡിന് പെയിൻറ്റിലാണ് വ്യത്യാസമുള്ളത്. ടാങ്കിലെ ആ സ്ട്രൈപ്സും ആ കാര്യങ്ങൾക്കൊക്കെ മാറ്റമല്ലോ, അല്ലാണ്ട് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടിലും സെൽഫ് വരുന്നില്ല. സെൽഫ് വരുന്നതിനെ കൊണ്ട് ആയിരുന്നു അന്നത്തെ കാലത്ത് ഇലക്ട്രയിൽ വെയിറ്റ് കുറച്ചിരുന്നത്. പക്ഷേ ഇപ്പം വരുന്ന നോർമൽ വരുന്ന സെൽഫ് മോട്ടറിന് ഇത് താങ്ങുമെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. പണ്ട് ഡെൻസോൻ്റെ ഒക്കെ ആയിരുന്നു അധികം 500ലും കാണൽ. പക്ഷേ ഇപ്പോൾ ഡെൻസോൻ്റെ അല്ല, ഈ സാധാ ക്ലാസിക്കിൽ വരുന്ന സെയിം സെൽഫ് മോട്ടറിൽ തന്നെയാണ് ഈ ക്രാങ്കിൻ്റെതും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം. UCE 500 2008 to 2020 വരെ ഇറങ്ങിയ വണ്ടി. ക്ലാസിക് 500 ബുള്ളറ്റ് 500. ഈ ക്ലാസിക് 500ലും ബുള്ളറ്റ് 500ലും സെയിം എക്സാക്ട് സെയിം 10.5 കിലോഗ്രാം വരുന്ന ക്രാങ്ക് തന്നെയാണ്. ഈ രണ്ട് വണ്ടീനും ചെയിനും സ്പ്രോക്കറ്റും സെയിം തന്നെയാണ്. ഫ്രണ്ട് സ്പ്രോക്കറ്റിന് ടീത്തിന് എണ്ണൊന്നും കുറവൊന്നുമില്ല, കൂടുതലുമില്ല. രണ്ടിനും സെയിം തന്നെയാണ് വരുന്നത്. ഈ പെഗാസിസ് ലിമിറ്റഡ് എഡിഷൻ ഉണ്ടായിരുന്നു, ഒരു ടൈമിൽ ഇറങ്ങിയത്. 2018 ആ ടൈമിൽ ഇറങ്ങിയതാണ് ഏകദേശം. അത് നമുക്ക് കുറച്ച് ആൾക്കാർ, ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ വാങ്ങാൻ പറ്റൂ. ഏകദേശം 1000 ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റും. ആ വണ്ടിയിൽ വരുന്ന ക്രാങ്കും ഈ സെയിം 10.5 കിലോഗ്രാം വരുന്ന സെയിം ക്രാങ്ക് തന്നെയാണ് വരുന്നത്. സെയിം എന്ന് വെച്ചാൽ എക്സാക്ട് സെയിം ക്രാങ്ക് 10.5 കിലോഗ്രാം. ഇനി തണ്ടർബേർഡ് 500ലും 10.5 കിലോഗ്രാം തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മളെ ക്ലാസിക് 500 ഫസ്റ്റ്
500 ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ ക്ലാസിക് 500 BS3 ആ മോഡൽ ആ ടൈമിലൊക്കെ ഇറങ്ങിയ വണ്ടിക്കും 10.5 കിലോഗ്രാം നല്ല വെയിറ്റുള്ള ക്രാങ്ക് തന്നെയാണ് വരുന്നത്. അതിൻ്റെ കണക്റ്റിംഗ് റോഡും UC വന്ന ടൈമിൽ അതിൻ്റെ കണക്റ്റിംഗ് റോഡും ബെയറിങ്ങും വ്യത്യാസമുണ്ട്. മറ്റേ CI പോലെയല്ല, അത്ര അങ്ങോട്ട് ലോ ആൻഡ് ടോർക്കിന് പറ്റിയ ഒരു ക്രാങ്ക് അല്ല അത്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആക്സലറേഷനും ഓവർടേക്കിങ്ങിനും കുറച്ച് ഫാസ്റ്റായിട്ട് പോകാനുള്ള രീതിയിലുള്ളൊരു മാനുഫാക്ചറിങ് ആണ് ഈ ക്രാങ്ക് നിർത്തിയത്. ഇതിൻ്റെ ക്രാങ്കും ബെയറിങ്ങും നല്ല വ്യത്യാസമുണ്ട്, ഷാഫ്റ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ക്രാങ്ക് തന്നെയാണ് ഈ 4 വണ്ടിയിലും യൂസ് ചെയ്യുന്നത്, ഈ സെഗ്മെൻറ്റിൽ വരുന്നത്. ഏകദേശം നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ രൂപങ്ങൾ മാത്രമേ വ്യത്യാസമില്ല. എഞ്ചിനൊക്കെ ഏകദേശം സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. എഞ്ചിനിൽ അല്ലറ ചില്ലറ ഇങ്ങനത്തെ ക്രാങ്ക് വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊക്കെ ഉള്ളൂ. സംഭവം സെയിം പാർട്സ് തന്നെയാണ് അതിനകത്ത് വരുന്നത് നമുക്ക്. അപ്പോൾ ഈ 500ൻ്റെ ക്രാങ്ക് വെയിറ്റ് 10.5 kg, സ്റ്റാൻഡേർഡും 350 ഈ 500ഉം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 200 കിലോഗ്രാമിൻ്റെ വ്യത്യാസമേ ഇവർ തമ്മിലുള്ളൂ. മറ്റേ 10.3 ഇത് 10.5 അത്ര ഡിഫറൻസ് തന്നെ ഈ ക്രാങ്ക് തമ്മിൽ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് നമ്മളെ എന്താ പറയുക 350 വേണമെങ്കിൽ, ക്ലാസിക് 350 വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്രാങ്ക് വെയിറ്റ് കൂട്ടാൻ ഈ OEM ക്രാങ്ക് വാങ്ങിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. കറക്റ്റ് ബാലൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. അത് അത്രയും അറിയുന്നൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ ലോ ആൻഡ് ടോർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ സ്പോക്കറ്റും ടീത്തിൻ്റെ എണ്ണം കുറയ്ക്കുക. ഇങ്ങനെ ക്രാങ്ക് വെയിറ്റും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോ ആൻഡ് ടോർക്ക് നമ്മളെ 350 സെഗ്മെൻറ്റിൽ വരുന്ന ക്ലാസിക്കിലും കിട്ടും. പിന്നെ വണ്ടി ഏകദേശം അത്യാവശ്യം നല്ല ഓടിയാൽ തന്നെ നമ്മളെ അത്യാവശ്യം ലോ ആൻഡ് ടോർക്ക് കിട്ടും. പണ്ടത്തെ വണ്ടി 8 കിലോഗ്രാം നോക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ കണക്റ്റിംഗ് റോഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അത്രേ വരുന്നുള്ളൂ. ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ J സീരീസ് എഞ്ചിൻ്റെയാണ്. അതിൻ്റെ കോമഡി എന്താ വെച്ചാൽ 6 കിലോഗ്രാം ക്രാങ്കാണ് വരുന്നത്. അതിനൊരു കൗണ്ടർ ബാലൻസറും ഉണ്ടാവും, വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള കൗണ്ടർ ബാലൻസറും അതിനുള്ളൊരു ഷാഫ്റ്റും ഉണ്ടാവും. ഇത് ടൈമിംഗ് ചെയിന് വരുന്ന വണ്ടിയാണ്. മറ്റേ പുഷ് റോഡ് സിസ്റ്റയിലും ഇത് ടൈമിംഗ് ചെയിന് വരുന്നതാണ്. അപ്പോൾ 2020 ഈ എൻജിൻ ഇറങ്ങി. ആദ്യം മീറ്റോറിലായിരുന്നു ഈ എൻജിൻ വന്നത്. ബുള്ളറ്റ് 350 ക്ലാസിക് 350 ഹണ്ടർ 350 മീറ്റോർ 350 ഈ സെയിം എക്സാക്റ്റ് എൻജിനാണ് വരുന്നത്. ഈ 6 കിലോഗ്രാം വെയിറ്റ് വരുന്ന സെയിം ക്രാങ്ക് തന്നെയാണ് ഈ 4 വണ്ടികൾക്കും യൂസ് ചെയ്തത്. ഇതിൻ്റെ മെയിൻ ഇതെന്താ വെച്ചാൽ നമ്മളെ ഹൈനസിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ഏകദേശം കിട്ടും ഈ എൻജിന്. ഹൈനസിന് ലോ ആൻഡ് ടോർക്ക് കുറയും, പക്ഷേ ഇതിന് നല്ല ലോ ആൻഡ് ടോർക്ക് ഉണ്ട്. ഇതിനും ഏകദേശം അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്ക് പ്രമാണിച്ചിട്ട് തന്നെയാണ് ഈ എൻജിൻ സെറ്റ് ചെയ്തത് അവർ. ഈ 6 കിലോഗ്രാം ക്രാങ്ക് വന്നാലും പക്ഷേ ഇതിനകം ഏകദേശം 5ാമത്തെ ഗിയറിൽ ഈ വണ്ടി ഏകദേശം പോകുന്നുണ്ട്. 5ാമത്തെ ഗിയറിൽ ഒരു 40, 42, 43, 45 അത്ര ഇതിന് ലോ ആൻഡ് ടോർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് 350 UCയിൽ വരുന്ന സ്റ്റാൻഡേർഡ് 350 UCക്ക് ഏകദേശം 5ാമത്തെ ഗിയറിൽ അതൊരു 35, 36 കുറേ ഓടിയ വണ്ടിയാണ് ഇത് പോകും. അത്രയും സ്മൂത്താണ്. എന്താ വെച്ചാൽ അത് 10.3 കിലോഗ്രാം ക്രാങ്ക് വെയിറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് വരുന്ന 5 ടീത്താണ്. 15 ടീത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ലോ ആൻഡ് ടോർക്ക് അത് കാണിക്കും. അപ്പം ഇതാണ് പുതിയ എൻജിൻ്റെ വരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത് ഈ എൻജിൻ വെച്ചിട്ടാണ് വണ്ടികൾ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മളെ ഈ റോയൽ എൻഫീൽഡ് എൻജിൻ്റെ ക്രാങ്ക് വെയിറ്റിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. G2 1960, 1965 14.5 കിലോഗ്രാമാണ്. പിന്നെ 1965 മുതൽ 1970 വരെയാണ് G2 ഇറങ്ങിയിട്ടുള്ളൂ. അത് 9.5 അതോടെ കഴിഞ്ഞു. പിന്നെ എൻഫീൽഡ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ B1 വന്നു. അത് ഏകദേശം 75 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും B1 വന്നു. 1980, 1990 8.2 കിലോഗ്രാമായി. 75 വരെ വെയിറ്റ് ഉള്ളതായിരുന്നു. പിന്നെ 80, 82 ആ കാലഘട്ടം ആകുമ്പോൾ 8.2 കിലോഗ്രാമായി. ഈ 3 ലീഫ് ക്രാങ്കിലേക്ക് പോയി. പിന്നെ കാസ്റ്റൈൻ 1990
1908 CI 500 വരുന്നതിന് 11 കിലോഗ്രാം വരുന്നുണ്ടായിരുന്നു. 2005 to 2009 വരെയുള്ള വണ്ടിയാണ് ഹെവി ക്രാങ്ക് എന്ന് പറയുക. അത് 10.5 കിലോഗ്രാം ആയിരുന്നു വരുന്നത്. നമ്മളെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ കാസ്റ്റ് ടൈം ബുള്ളറ്റ് 2009 വരെ ഇറങ്ങി 2010 വരെ വിറ്റഴിച്ചത്. പിന്നെ അത് BS2 ആയിട്ടാണ് അവർ ഇറക്കിയത്. പക്ഷേ അതിന് ഹെഡിൻ്റെ മുകളിൽ പൊല്യൂഷൻ എമിഷൻ വാൾവൊക്കെ വെച്ചിട്ട് ഇറങ്ങിയ മോഡലാണ്. പക്ഷേ അത് അവർക്ക് BS3 അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നത്. BS2 ശരിക്കുള്ള വണ്ടിയാണ്. പക്ഷേ BS3 കാലഘട്ടം വരെ അത് വിറ്റഴിച്ചിട്ടുണ്ട്. 2010 ലാസ്റ്റ് 10 പകുതി വരെ അത് വിറ്റഴിച്ചിട്ടുണ്ട് വണ്ടി, നമ്മളെ UC എഞ്ചിൻ വരുന്നവരെ. ആ വണ്ടിക്കും ഏകദേശം 10.5 കിലോഗ്രാമാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മളെ UC 350 ആണ്. UC 350 ക്ലാസിക് എലക്ട്ര തണ്ടർബേർഡ്, പിന്നെ ഫസ്റ്റ് ജനറേഷൻ തണ്ടർബേർഡും വരുന്നുണ്ട്. അതിനന്ന് 8.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ക്രാങ്കായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ തണ്ടർബേർഡ് സെക്കൻഡ് ജെൻ വന്നപ്പോൾ 8.2 ആയി. അവരേകദേശം ഒരു 300 കിലോഗ്രാം കുറച്ചും കൂടെ ഹൈ പെർഫോമൻസ് റബ്ബിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരു 300 കിലോഗ്രാം കുറച്ചത്. പിന്നെ ബുള്ളറ്റ് 350 UC 2011 ഇറങ്ങി. അത് 10.3 കിലോഗ്രാമിലാണ്. അത് ഏകദേശം അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്ക് കിട്ടുന്ന വണ്ടിയായിരുന്നു. അതിന് ഏകദേശം അതിൻ്റെ ഫ്രണ്ട് സ്പോക്കറ്റും വരുന്നത് 15 ടീത്താണ് വരുന്നത്. അതിന് അത്യാവശ്യം നല്ല ലോ ആൻഡ് ടോർക്കാണ്. 5ാമത്തെ ഗിയറിൽ ഏകദേശം ഒരു 40ൻ്റെ ചോട വണ്ടി എന്തായാലും പോവും. അങ്ങനെയാണ് അതിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്തത്. പിന്നെ UC 500ഉം 535ഉം. UC 500 വരുന്നത് ക്ലാസിക്, ബുള്ളറ്റ്, തണ്ടർബേർഡ്, പെഗാസസ് ലിമിറ്റഡ് എഡിഷൻ അതൊക്കെയാണ്. പിന്നെ 535 വരുന്ന ആകപ്പാട് 2013 ഇറങ്ങിയ കോണ്ടിനെൻ്റൽ GT ആണ്. ആ കോണ്ടിനെൻ്റൽ GTക്കാണ് 8.2 കിലോഗ്രാം വരുന്നത്. ബാക്കിയുള്ള തണ്ടർബേർഡ്, പെഗാസസ്, ക്ലാസിക്, ബുള്ളറ്റ് അങ്ങനത്തെ വണ്ടി 8.5 കിലോഗ്രാം ക്രാങ്ക് വെയിറ്റാണ് ഈ സെഗ്മെൻറ്റിലെ വണ്ടികൾക്ക് വരുന്നത്. പിന്നെ നമ്മളെ J സീരീസ് 350 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വണ്ടീനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അത് വളരെ നല്ല വണ്ടിയാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ലോ ആൻഡ് ടോർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. മെയിൻലി അത് വൈബ്രേഷൻ ഫ്രീ ആണ് ആ വണ്ടീൻ്റെ മെയിൻ മോട്ടീവ്. അവർ വൈബ്രേഷൻ എത്രത്തോളം കുറച്ചിട്ട് എത്രത്തോളം അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ ബാലൻസർ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ വണ്ടി ഇറക്കിയത്. നല്ല ലോ ആൻഡ് ടോർക്കുള്ള വണ്ടിയാണ്. പക്ഷേ ആ പണ്ടത്തെ തമ്പും കാര്യങ്ങളൊന്നും അത് സൈലൻസർ മറ്റേതിന് കിട്ടില്ല എത്ര ആണെങ്കിലും. അതിൻ്റെ ക്രാങ്ക് വെയിറ്റ് വരുന്നത് 6 കിലോഗ്രാമാണ്. അതിൻ്റെ ക്രാങ്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിന് ക്രാങ്ക് വെയിറ്റും കാര്യങ്ങളൊന്നും കൂട്ടാൻ പറ്റില്ല. അതിൻ്റെ എൻജിൻ തന്നെ വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഒരു എൻജിനാണ്. മോഡേൺ ടെക്നോളജിയാണ് എൻജിനിൽ യൂസ് ചെയ്തത്. മറ്റേ പുഷ് റോഡ് മെക്കാനിക്സ് ആയിരുന്നു കംപ്ലീറ്റ്. അതൊരു ട്രഡീഷണൽ എൻജിനായിരുന്നു നമ്മൾ പഴയ യൂസിനെക്കാട്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ J സീരീസ് എൻജിൻ. താങ്ക് യു ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ.